ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്താ പരിപാടി എന്നല്ലേ? ഇന്ന് ദാണ്ട ഈ ഒരു ചെടി നിങ്ങളെ ഇതിനു മുമ്പേ ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുള്ള ഒരു ചെടിയാണ്. ഒത്തിരി പൂക്കളും ഉണ്ടാകും. അത് അധികം കെയറിൻ്റെ ആവശ്യമില്ല. കുറേ നാൾ വെള്ളം ഒഴിച്ചില്ലേ പോലും ഒന്നും ചെയ്യത്തില്ല, വാടിപ്പോകത്തില്ല, ഒന്നും ചെയ്യത്തില്ല. അതുപോലെ ഒരു ചെറിയ തണ്ട് കിട്ടിയാൽ മതി, നമുക്ക് നന്നായിട്ട് പടർത്തിയെടുക്കാനും പറ്റും. എന്തായാലും ഞാൻ ഇത് കുറച്ച് പറിച്ചെടുക്കുകയാണ്. നല്ല കറയുണ്ട് കേട്ടോ. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ എൻഡിൽ നിന്ന് നന്നായിട്ട് കറ വരുന്നുണ്ട്. കറ നമ്മുടെ ദേഹത്തും മുഖത്തും ഒന്നും കൊള്ളിക്കാതെ സൂക്ഷിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണേ. അത് ഞാൻ താഴേന്ന് കട്ട് ചെയ്യുന്നില്ല, ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കുന്നുണ്ടല്ലോ, ഒരു ലെവൽ കഴിഞ്ഞ് പൊങ്ങി നിൽക്കുന്ന പൂക്കളാണ് ഞാൻ തണ്ടോടുകൂടി കട്ട് ചെയ്തെടുക്കുന്നത്. എനിക്കിതൊന്ന് ഒരു ബൊക്കെ ഉണ്ടാക്കണം. ഇനി ഇത് വെച്ച് മാത്രമല്ല, വേറൊരു കുറച്ച് പൂക്കളും കൂടെ വെച്ച് ഞാൻ ഒരു ബൊക്കയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് 2 ബൊക്കെയാണ് എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പൂക്കൾ എനിക്ക് കട്ട് ചെയ്യുന്നതേ ഇഷ്ടമല്ല. എന്താണെന്ന് പറഞ്ഞാൽ ഒത്തിരി ദിവസം ഈ പൂ ഇതുപോലെ നിൽക്കും, ഇങ്ങനെ പ്ലാസ്റ്റിക് പോലെ തന്നെ നിൽക്കും, അത് പൊഴിഞ്ഞൊന്നും പോകത്തില്ല. അതുകൊണ്ട് കട്ട് ചെയ്യാൻ ഇഷ്ടമല്ല. പിന്നെ ഇന്ന് എനിക്ക് പള്ളിയിൽ 2-3 ആൻറ്റിമാർ ഇതിൻ്റെ ചെടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് എന്തായാലും അവർക്ക് കൊടുക്കണം. അപ്പോൾ ഞാൻ ഓർത്തു ഇതുപോലെ ഇങ്ങനെ പൊങ്ങിയൊക്കെ നിൽക്കുന്ന എല്ലാം കൂടെ പറിച്ചിട്ട് ഒരു ബൊക്കെ ഉണ്ടാക്കിയിട്ട് പള്ളിയിൽ വെച്ചതിന് ശേഷം അവർക്ക് അത് തന്നെ എടുത്ത് കൊടുത്തേക്കാമെന്ന് ഓർത്തിട്ടാണ് ഞാനിതിന്ന് കട്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ചെടിയുടെ പേരറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എനിക്ക് ഒരു പിടിയില്ല കേട്ടോ, എന്താ ചെടിയാണെന്ന് ഒരു പിടിയുമില്ല. പക്ഷെ എന്തായാലും നല്ല ഇഷ്ടമുള്ള ഒരു ചെടിയാണ്. കാരണം അതിൻ്റെ പൂക്കൾ കണ്ടില്ല എന്തോരം ഭംഗിയാണ്. ഒരു റെഡ് കളറിൻ്റെ മിഡിലൊരു യെല്ലോ കളറും പിന്നെ ഒത്തിരി ഇലപ്പുമുള്ള നല്ല ഒരു ചെടിയാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമുണ്ട്. കാരണം ചെറിയ ഒരു തണ്ട് മതി, നമുക്കത് നട്ടുവിട്ട് അതിൽ നിന്ന് വരുന്ന ശിഖരങ്ങൾ പറിച്ച് വീണ്ടും നമുക്കിങ്ങനെ നട്ടുവിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇത് സെറ്റ് ചെയ്ത് ഗാർഡനൊക്കെ സൂപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ്. എന്തായാലും ഞാൻ കുറേ ഇങ്ങ് പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ചേർത്തൊരു ബൊക്കെ ഉണ്ടാക്കിയാലോ? അതിനു മുമ്പായിട്ട് ഞാൻ കുറച്ച് വേറെ പൂക്കളും കൂടെ പറിക്കുകയാണ്. ഇവിടെ നിൽക്കുന്ന 1-2 പൂക്കളൊക്കെ ഉണ്ട്, അതുകൂടെ പറിച്ചെടുക്കുകയാണ്. ഇത് സൂര്യകാന്തി പൂ പോലത്തെ ഒരു മഞ്ഞ കളർ പൂവാണ്. ഇതിൽ 2 പൂക്കൾ നിൽപ്പുണ്ട്, 3 പൂ നിൽപ്പുണ്ട്. ഒന്ന് തീരെ ചെറുതാണ്, അപ്പോൾ അത് ഞാൻ പറിക്കുന്നില്ല. ബാക്കി നിൽക്കുന്ന ഈ 2 പൂക്കൾ ഞാൻ പറിച്ചെടുക്കുകയാണ്. ഇത് വിരിഞ്ഞിട്ട് 2 ദിവസം എങ്ങാണ്ടേ ആയുള്ളൂ. നല്ല ഫ്രഷ് ആയിട്ടിരിപ്പുണ്ട്. ഇനി ഇവിടെ 2-3 റോസാപ്പൂക്കളും കൂടെ നിൽപ്പുണ്ട്, ഞാൻ അതുകൂടെ ഇങ്ങ് പറിച്ചെടുക്കുകയാണ്. ഇത് ചെറിയ ബട്ടൺ റോസ് എന്ന് പറയും, പിങ്ക് കളർ, നല്ല രസമാണ് കേട്ടോ കാണാൻ. എനിക്കിങ്ങനത്തെ നാടൻ റോസാപ്പൂക്കളാണ് കൂടുതൽ ഇഷ്ടം. കടയിൽ നിന്ന് വാങ്ങിച്ച് നടുന്ന ബഡിനെക്കാട്ടിൽ ഇതുപോലത്തെ നാടൻ റോസാപ്പൂക്കളാകുമ്പോൾ നമുക്ക് എന്നും പൂക്കൾ കാണുകയും ചെയ്യും. അത് കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണല്ലോ. അതുപോലെ എനിക്കിവിടെ ഒരു അടീനി ആദ്യമായിട്ട് പൂത്തതാണ്. ഒരു 6-7 പൂവുണ്ട്. എന്തായാലും ഞാനത് പറിച്ചെടുക്കുകയാണ്. ഫസ്റ്റ് ടൈം പൂത്തതാണ്, സന്തോഷമുണ്ട്. പക്ഷേ എന്തായാലും എനിക്കിതും കൂടെ ഇന്ന് ബൊക്കെ ഉണ്ടാക്കണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ അതെല്ലാം ഇങ്ങ് പറിച്ചെടുക്കുകയാണ്. അങ്ങനെ ഏകദേശം ഒരു ചെറിയ ബൊക്കെ ഉണ്ടാക്കാനുള്ള പൂക്കളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു റെഡ് കളറായി, പിങ്കായി, യെല്ലോ ആയി. അപ്പോൾ വൈറ്റും കൂടെ വന്നാൽ നന്നായിരിക്കുമെന്ന്. അപ്പം ഞാൻ ഈ നിൽക്കുന്ന വൈറ്റിൽ കുറച്ച് പൂ പറിച്ചെടുക്കുകയാണ്. പൂവായിട്ട് പറിക്കുന്നില്ല, അത് തണ്ടോടുകൂടെ കുറച്ച് മുകളിൽ നിന്നൊന്ന് ഒടിച്ചെടുക്കുകയാണ്. അങ്ങനെ ഞാൻ പൂക്കളെല്ലാം പറിച്ച് ഇപ്പോൾ പള്ളിയിലാണ് വന്നേക്കുന്നത്. ഇനി നമുക്ക് ഈ പൂക്കളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. പള്ളിയിൽ ആരും വന്നിട്ടില്ല. സാധാരണ ഇങ്ങനെയാണ്, ഞാനും ചേട്ടനും കൂടെ രാവിലെ വന്ന് പള്ളി തുറന്നിട്ട് ചേട്ടൻ പള്ളിക്കകമൊക്കെ ഒന്ന് വൃത്തിയാക്കുന്ന സമയം കൊണ്ട് ഞാൻ ഈ പൂക്കളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് മദ്ബഹായ്ക്കകത്ത് വെക്കാറാണ് പതിവ്. ഇന്നും അത് പതിവ് പോലെ തന്നെ ഞാൻ ഈ പൂക്കളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ആദ്യം ഈ ഒരു ചുമന്ന പൂവിൻ്റെ ഈ ഒരു ബൊക്കെ തന്നെ ഉണ്ടാക്കാം. ഇതുണ്ടാക്കാൻ എനിക്ക് നല്ലൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് വരെ ഈ ഒരു പൂക്കൾ വെച്ചിട്ട് ബൊക്കെ ഉണ്ടാക്കിയിട്ടില്ല. എങ്ങനെ ഇരിക്കും, അൾത്താരയിൽ വെച്ചാൽ എങ്ങനെ ഇരിക്കും ഒന്നും അറിയത്തില്ല. പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ഡാർക്ക് പച്ചയും പിന്നെ ലൈറ്റ് പച്ചയും അതുപോലെ തന്നെ മഞ്ഞയും ചുമപ്പും എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു രസമുണ്ട് കാണാൻ. കുഞ്ഞു പൂവാണല്ലോ. പിന്നെ ആ കുഞ്ഞു പൂവിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ എത്ര തന്നെ വലിയ പൂക്കൾ വെച്ചാലും തീരെ കുഞ്ഞു പൂ വെക്കുമ്പോൾ അത് ഒത്തിരി പൂ വെക്കുമ്പോൾ നല്ല രസമുണ്ടായിരിക്കും. ഇതെനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിനൊരു കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഞാൻ ഇന്ന് ചെയ്യുന്ന 2 ബൊക്കയിൽ ഏത് ബൊക്കെയാണ് ഇഷ്ടപ്പെട്ടതെന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കണേ. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്ന ചുമന്ന പൂക്കളെല്ലാം കൂടെ വെച്ച് ഒരു ചെറിയ ബൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കണേ.
ഈ ഒരു ചെറിയ ബൊക്കയ്ക്ക് ഞാൻ പിന്നെ വേറെ ലീഫ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. കാരണം ഇതിൽ തന്നെ നല്ലപോലെ ലീഫ് ഉണ്ട്. അത് കാരണം ഞാൻ അഡീഷണലായിട്ട് വേറെ ഒന്നും വെച്ചില്ല. ജസ്റ്റ് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. അത്ര മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ആ ഒരു വെള്ള പൂക്കൾ ഞാൻ കുറച്ച് പറിച്ചായിരുന്നല്ലോ, അതിനെ ഒന്ന് അവിടെ ആയിട്ടൊന്ന് കുത്തി കൊടുക്കുകയാണ്. എൻ്റെ ഒയാസിസൊക്കെ പോയിരിക്കുകയാണ്. എന്നാലും ഞാൻ അതേ വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യും. ഇതൊരു 2-3 ആഴ്ചയും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പുതിയ ഒയാസീസ് എടുക്കാമെന്നായിരുന്നു. അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് വൈറ്റ് പൂക്കളെല്ലാം ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു ബൊക്കെ ഏത് രീതിയിൽ വരുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. മറ്റേത് നല്ല ഒരു നമുക്കറിയാം എങ്ങനെയാണെങ്കിലും ഇങ്ങനെ തന്നെ ഇരിക്കുമെന്നൊരു ഐഡിയ ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ പല കളേഴ്സിലാണ്, പല ഷേപ്പിലുള്ള പൂക്കളാണ്. എങ്ങനെ വരുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്കെല്ലാം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ വൈറ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ മഞ്ഞയും വെച്ച് കഴിഞ്ഞു. അടുത്ത് നമ്മുടെ ആ പിങ്ക് റോസ്, നല്ല രസമുണ്ടല്ലേ, ആ പിങ്ക് ബട്ടൺ റോസും കൂടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടീനിയം കൂടെ നമുക്കൊന്ന് കുത്തി കൊടുക്കാം. ഞാൻ ഇതിന് ബാംബൂ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അടീനിയം തന്നെ നമുക്ക് കുത്താൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ തണ്ടിൽ ഒരു ബാംബൂ സ്റ്റിക്ക് കുത്തി കൊടുത്തിട്ട് അത് നമുക്ക് എവിടെ വേണോ അവിടെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബാംബൂ സ്റ്റിക്ക് വേണമെന്നൊന്നുമില്ല കേട്ടോ, ഈർക്കിലിയൊക്കെ മതിയായിരിക്കും. എനിക്ക് കുറച്ച് ബാംബൂ സ്റ്റിക്ക് ഉണ്ടായിരുന്നു. അതിനെ ഞാൻ പച്ച കളർ പെയിൻ്റൊക്കെ അടിച്ചാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിത് ദൂരെ നോക്കുമ്പോഴും തണ്ട് പോലെ തന്നെ തോന്നും, ചെടിയുടെ പൂവിൻ്റെ തണ്ടാണെന്ന് തോന്നും. അതുകൊണ്ടാണ് ഞാൻ പച്ച കളർ പെയിൻ്റ് അടിച്ച് വെച്ചേക്കുന്നത്. അതല്ല നമുക്ക് ഈർക്കിലാണെങ്കിൽ അതായാലും മതി കേട്ടോ. ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാൻ നമ്മുടെ അളവിനനുസരിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ചെറിയ ബൊക്കെ കേട്ടോ. പക്ഷെ എന്തോ മിസ് ചെയ്യുന്നുണ്ടല്ലേ. ഇതായിരുന്നു, ലീഫ് വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ കുറച്ചിവിടെ പള്ളിയിൽ നിന്ന കുറച്ച് ലീഫ് കൂടെ അതിൻ്റെ ബാക്കിലൊക്കെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി.